എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഫോണാണ്. അതിലാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും അതിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അതിനകത്താണ്. എൻ്റെ കയ്യിൽ ഐഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അതിൻ്റേതായ പോരായ്മ വീഡിയോയിൽ കാണും. പിന്നെ അപ്പോൾ വീഡിയോ കാണാം. ഇതൊരു പ്രൊമോഷൻ വർക്കല്ല. ഞാൻ എടുത്ത ഈ ഒരു വാഹനം എടുക്കാൻ നിർബന്ധിക്കുകയോ ഇല്ല, ഞാൻ പറയത്തുമില്ല. ഇത് ടാറ്റയുടെ ടിയാഗോ വണ്ടിയാണ്. ടിയാഗോയുടെ റിതം വേരിയൻ്റാണ്. ആക്ച്വലി ഒരു 5-6 പേർക്കടങ്ങിയ ഒരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം എടുക്കാനായിരുന്നു പ്ലാൻ. സോ അതുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്തത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2 എയർ ബാഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടിക്കും 4-5 എയർ ബാഗൊക്കെ ഉണ്ട്. സോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഒരുപാട് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു വാഹനം എടുക്കാൻ പ്ലാനുണ്ട്, ഈ ഒരു വാഹനം എടുക്കാനാണ് പ്ലാൻ. അങ്ങനെ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്തു. ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം എടുത്ത വാഹനമല്ല. ഒരു പക്ഷേ അവരെടുക്കണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷേ ഈ വാഹനം എടുക്കും. കാരണം നേരത്തെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തൊരു ഈ ഒരു വാഹനം എടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ട് എടുത്തു. ഇനി കാര്യത്തിലേക്ക് വരാം. ആക്ച്വലി ഈ ടാറ്റയുടെ ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞത് 7,30,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്, റിതം വേർഷൻ. അപ്പം നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചാണ് ഫിനാൻസ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ XT വേർഷനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഡാഷ്ബോർഡിൽ ഈ ഒരു ടച്ച് സ്ക്രീൻ ഇല്ല. സോ അതുകൊണ്ടാണ് XT വേർഷൻ ഒഴിവാക്കിയിട്ട് റിതം വേർഷൻ എടുത്തത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 രൂപയുടെ വ്യത്യാസമുണ്ട്. പിന്നെ റെക്കമെൻഡ് ചെയ്തു ഷോറൂമുകാർ, ഈ XT തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഒരു 30,000 രൂപയുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കാം എന്നുകൂടി അവർ പറഞ്ഞു. ആക്ച്വലി ഈ റിതം വേർഷനകത്ത് ഈ ഒരു ഹെർമൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റവും ഒരു റിവേഴ്സ് ക്യാമറയും ഇൻബിൽറ്റാണ്. റിതം വേർഷന് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്, അത് ഇൻബിൽറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരുന്നുണ്ട്. അതല്ല നിങ്ങൾ XT വേർഷൻ എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റം വരില്ല, സാധാ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 30,000 രൂപ അഡീഷണൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിൻ്റെ ഒരു അഡീഷണൽ ഒരു സിസ്റ്റം വെച്ച് അഡീഷണലായിട്ടൊരു റിവേഴ്സ് ക്യാമറയും വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ആ ഒരു പ്ലാൻ നമുക്ക് യോജിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഒരു എക്സ്ട്രാ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ നിലവിലെ വണ്ടിയിലുള്ള ആ സിസ്റ്റം നമുക്ക് ഊരി മാറ്റി വെക്കാനേ പറ്റൂ. അത് ഷോറൂംമാരെടുക്കില്ല, നമുക്ക് തന്നെ എടുക്കാം. വേറെ കാര്യമുണ്ട്, അഡീഷണലായിട്ട് ആ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്തായാലും കട്ട് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ ഒരു പക്ഷേ വാഹനം സെയിൽ ചെയ്യുന്ന സമയത്ത് റീസൈക്കിൾ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് XT വേർഷൻ ഒഴിവാക്കാൻ പ്രധാന കാരണം. അപ്പം റിതം വേർഷൻ നമ്മൾ എടുക്കാനുള്ള കാര്യം ഇത് ഈ ഒരു മെയിനായിട്ട് കാരണം കൊണ്ടാണ്. കാരണം ഇൻബിൽറ്റായിട്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്, റിവേഴ്സ് ക്യാമറയും ഇൻബിൽറ്റാണ്. വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഡാഷ്ബോർഡിൽ അഡീഷണലായിട്ട് കുത്തി പൊളിക്കുക കാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്തത്. പിന്നെ ഇതിനായിട്ട് മെയിനായിട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് തന്നെയാണ്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ഈ ഒരു ഹെർമാൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, ആൻഡ്രോയിഡ് പ്ലേയും ഐഫോൺ ആപ്പിൾ പ്ലേ ഒക്കെ ഇതിൽ അഡീഷണൽ വെക്കണ്ട, ഇത് ഇൻബിൽറ്റാണ്. പിന്നീട് പറഞ്ഞത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു വാഹനമാണ്. അത്യാവശ്യം ഫാമിലി ഐസൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് 15-16 കിട്ടും എന്നാണ് പറയുന്നത്. നിലവിൽ 60 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നിലവിൽ 10 വരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സിറ്റിയാണ്, നമ്മൾ ലോങ് ഓടി നോക്കിയിട്ടില്ല. ആ ലോങ് ഓടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ അറിയാം വാഹനത്തിന് എന്തുമാത്രം മൈലേജ് കിട്ടുമെന്ന്. അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 15-16 കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോങ് ഓടുവാണെങ്കിൽ. സിറ്റിയിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അറിയാമല്ലോ, നമ്മുടെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ സിറ്റി വളരെ മോശമായ ഏരിയയാണ്, എപ്പോഴും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ അതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്. ലോങ് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ടാറ്റയുടെ ഒരു വാഹനം എടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ എയർ ബാഗാണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്. അത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എയർ ബാഗ് അത്യാവശ്യമാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരിക്കലും ടാറ്റയുടെ ഈ ഒരു ടിയാഗോ വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. ഞാനൊരു വാഹനം എടുത്തു, അതൊന്ന് പറയണം തോന്നി. അതല്ല, ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം എടുത്തിട്ട് എങ്ങനെയുണ്ട്, മൈലേജ് ഉണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പറയും.
പിന്നെ പലർക്കും പല ടേസ്റ്റാണ്, ഏത് വാഹനം എടുക്കണം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനമായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇത് എടുത്തിട്ട് ഇപ്പോൾ 4-5 ദിവസം ആയതേ ഉള്ളൂ. ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ പറയാം. അപ്പം നിലവിൽ ആ ഇഷ്യൂ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും വാഹനം ഓടിച്ചിട്ട് മൈലേജ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇതിൽ കൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. കൂട്ടത്തിൽ വാഹനത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസം ഒന്ന് ഓടിച്ച് നോക്കി എൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.